എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ ആദ്യത്തെ റെസിപ്പി ആയിട്ടാണ്. ചായയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ ആദ്യം തന്നെ തുടങ്ങുന്ന ഒരു റെസിപ്പിയാണ് ചായ. എങ്ങനെ നല്ലൊരു ചായ ഇടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ അളവുകളൊക്കെ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ 2 കപ്പ് ചായക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. 2 കപ്പ് ചായക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് 1 കപ്പായിട്ട് ചുരുങ്ങും. അപ്പോഴാണ് ചായക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേയില ചേർക്കാം. പല ടൈപ്പിലുള്ള തേയിലകൾ വാങ്ങിക്കാൻ കിട്ടും. പൊടിത്തേയില കിട്ടും, പിന്നെ വലിയ തരികളുള്ളതും കിട്ടും. നമ്മളിവിടെ വലിയ തരികളുള്ള ബ്രൂക്ക് ബോണ്ടിൻ്റെ തേയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഇലകളും ജിഞ്ചറും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള തേയിലയാണ്. പ്ലെയിൻ ആയിട്ടുള്ള തേയില എടുത്താലും മതി. നമ്മളിവിടെ ചേർക്കുന്നത് 2.5 ടീസ്പൂൺ തേയിലയാണ്. കടുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടെ കുറയ്ക്കുക ചെയ്യാം. 2.5 ടീസ്പൂൺ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കടുപ്പത്തിലുള്ള ചായ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് അരി മാത്രമായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഇടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ് ഇത്. ഇനി മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർക്കാം. നമ്മളിവിടെ ഈ അളവിൽ ചേർക്കുന്നത് 3 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർക്കാം. പാലെന്ന് പറയുമ്പോൾ ചൂടോട് കൂടിയിട്ടുള്ള പാലോ തണുത്ത പാലോ എടുക്കാവുന്നതാണ്. കറക്റ്റ് 1 കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഇത് അത്യാവശ്യം ഫാറ്റുള്ള പാലാണ്. അതുകൊണ്ട് 1 കപ്പ് ചേർക്കുമ്പോൾ തന്നെ ചായ നന്നായിട്ട് കിട്ടും. ഇനി നിങ്ങൾ എടുക്കുന്ന പാല് ഒരുപാട് ഫാറ്റ് കുറഞ്ഞ സ്കിംഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം വെച്ചാൽ മതി. ഇനി ഈ പാലും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വരണം. പാല് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പാലും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത 1.25 കപ്പ് വെള്ളം എന്നുള്ളത് 1 കപ്പായിട്ട് ചുരുങ്ങുന്ന വരെ നന്നായിട്ടിത് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ആ ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലാതെ നമ്മൾ തിളപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് ഓഫാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചായക്ക് ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഒരു കപ്പിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിത് അരിച്ച് മാറ്റാം. പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് തിളച്ച് വന്നിട്ടും തേയില ഇടാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തേയിലയുടെ സത്ത് മുഴുവനായിട്ട് ഇതിൽ ഇറങ്ങില്ല. വലിയ തരിയുള്ള തേയിലയാകുമ്പോൾ വെള്ളം തിളപ്പിച്ച് തേയില ഇട്ടിട്ട് പാലൊഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഈ ചായ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ പതപ്പിക്കുമ്പോൾ 2 തവണ മാത്രം ഒഴിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചായയുടെ ചൂട് പോയിട്ട് ചായ കുടിക്കുമ്പോൾ തണുത്തിരിക്കും. നല്ല പൊക്കി തന്നെ ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കാം. 2 തവണ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ടിത് പതഞ്ഞ് വരും. അതുപോലെ ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സോസ് പാനും അതുപോലെ തന്നെ ഇത് പതപ്പിക്കാനായിട്ട് എടുക്കുന്ന കപ്പും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. അതിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾ ചായ അടിക്കുമ്പോൾ അത് പതഞ്ഞ് വരില്ല. നന്നായിട്ട് പതപ്പിച്ചെടുത്ത ചായ കുപ്പി ഗ്ലാസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പിലോ ഒഴിച്ച് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കടുപ്പവും രുചിയുമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഷാറായിട്ടുള്ള ഒരു ചായയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ചായ ഇങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് സീരീസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസിപ്പീസും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള കൂടുതൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്